പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ക്ലാസ് ടീച്ചർ ആശ, പ്രധാനാധ്യാപിക ലിസി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. പല്ലൻ ചാത്തന്നൂർ സ്വദേശി അർജുൻ ക്ലാസ് ടീച്ചറുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നതായി സ്കൂൾ അധികൃതരും പറയുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. രാവിലെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ലെന്ന് വ്യക്തമാക്കി KSU നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലടയ്ക്കുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. സഹപാഠികളും ഇതേ ആരോപണം ഉന്നയിച്ചു. അതേസമയം അർജുനന് വീട്ടുകാരിൽ നിന്ന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ആരോപണം. വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചതോടെ ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാനാധ്യാപിക ലിസിയെയും അന്വേഷണ വിധേയമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കുഴൽമന്ദം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസ് വാദങ്ങൾ തള്ളി കോൺഗ്രസ്. പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ വെടിമരുന്നിന്റെ അംശം കണ്ടെത്തിയെന്ന പോലീസ് വാദമാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ഗ്രനേഡ് എറിഞ്ഞത് പോലീസ് മാത്രമാണെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് പുതിയ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് DCC നേതൃത്വത്തിൽ പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം നടത്തി. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ UDF പ്രവർത്തകർ പോലീസിനെതിരെ സ്ഫോടകവസ്തു എറിഞ്ഞുവെന്ന CPM ആരോപണം ശക്തമാക്കുകയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തതോടെയാണ് പ്രതിരോധം ശക്തമാക്കി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഒരു തരത്തിലുമുള്ള സ്ഫോടക വസ്തു പോലീസിനെതിരെ എറിഞ്ഞില്ല. പോലീസുകാർ മാത്രമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. പോലീസുകാർ നിൽക്കുന്ന ഇടത്തേക്ക് ഈ സ്ഫോടക വസ്തു വീഴുകയും പൊട്ടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഒപ്പം DYSP ഹരിപ്രസാദ് ഒരു കൈയിൽ ലാത്തിയും മറു കൈയിൽ ഗ്രനേഡുമായി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും അതായത് ഗ്രനേഡ് പൊട്ടുന്നു, പുക വരുന്നു. ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ മൂക്കുമൊത്തി, ചെവിമൊത്തി, കണ്ണുമൊത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തുനിന്നും ഒരു സ്ഫോടക വസ്തു വരുന്നു, നിരത്തിലിടുന്നു, പൊട്ടിത്തെറിക്കുന്നു. ആ വിഷയം പുറത്തുവിട്ടത് അല്ല. പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പ്രകടനം തടഞ്ഞ് തല്ലാൻ പറ്റുന്ന ഉമ്മ വെക്കണം. ഞങ്ങൾ ആയുധം എടുത്തിട്ടില്ല. വാക്കുകൾ കൊണ്ടുള്ളത് ഇന്നലെയും ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്യും. അന്വേഷണം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനീ പോലീസ് അതിക്രമത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു? ഇവിടുത്തെ റൂറൽ SP പറഞ്ഞല്ലോ അതിക്രമം ഉണ്ടായിന്ന്. അതിലപ്പുറത്ത് എന്താ പറയാനുള്ളത്? ആയിക്കോട്ടെ, രണ്ടാമതാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോ പറഞ്ഞു അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ്. എറിഞ്ഞത് പോലീസാണ്. അതിന് ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഷാഫി പറമ്പിലിനും KC വേണുഗോപാൽ MPക്കും എതിരായ EP ജയരാജന്റെയും TP രാമകൃഷ്ണന്റെയും ഇന്നലെ നടന്ന വിശദീകരണ യോഗത്തിലെ പരാമർശങ്ങൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സ്വന്തം കൈയും കാലും പാർട്ടി പ്രവർത്തകർ വെട്ടാതെ നോക്കണമെന്നായിരുന്നു ഇതിൽ DCC പ്രസിഡന്റ് പരാമർശം. ഒപ്പം ഈ CPM നേതാക്കളുടെ ആഹ്വാനത്തിലേക്ക് ആരെങ്കിലും അക്രമത്തിനിറങ്ങിയാൽ അതിന്റെ പരിണത ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് KM അഭിജിത്തും വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കൾ അവിടെ വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന്, അത് ഒന്നെങ്കിൽ ഗ്രനേഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടിയർ ഗ്യാസോ ആണ് എന്നും വ്യക്തമാണ്. ഇനി സ്ഫോടക വസ്തുക്കൾ UDF കോൺഗ്രസ് പ്രവർത്തകർ ഉപയോഗിച്ചു എന്നും പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അത്തരം ദുർബലമായ വാദങ്ങളൊക്കെ വെച്ച് CPM നടത്തുന്ന ജനാധിപത്യ അട്ടിമറി അതിനൊത്തുകൊണ്ട് പേരാമ്പ്രയിലെ പോലീസ്, പ്രത്യേകിച്ച് വടകര SPയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായിസം, അതിനെ മറച്ചുവെക്കാനുള്ള ചില കഥകളാണ് CPM പ്രചരിപ്പിച്ചത്. അതൊന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ അവരുടെ കല്ലുവെച്ച നുണകൾ ഷീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസിന് നേരെ സ്ഫോടകവസ്തു എറിഞ്ഞുവെന്ന് ആരോപിച്ച് 5 UDF പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നടത്തിയ ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടിയുമായി നീങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ ഷാഫി
ഷഫീഖ് പറമ്പിൽ നിന്ന് പരിക്കേൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസും CPM തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വളരെ ശക്തമായി നീങ്ങുന്നതിനിടെയാണ് ആ കേസിലെ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഷാഫിക്കെതിരെ അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കോൺഗ്രസ് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം വടകര SP-യുടെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചേപ്പാട് പള്ളിയുടെ കുരിശടി പൊളിച്ചതിൽ പ്രതിഷേധം. അറിയിപ്പില്ലാതെ കുരിശടി പൊളിച്ചതിനെതിരെ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. നടപടി വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണെന്ന് സഭാ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് വിമർശിച്ചു. നിങ്ങൾ ലോ ഓർഡർ ചെയ്യേണ്ടതാണ്. ആ ലോ എന്ത് നിങ്ങൾക്കൊന്ന് ലോ എന്ത് ലോ ആൻഡ് ഓർഡർ പള്ളി പൊളിക്കരുതെന്നാണ് ഓർഡർ ഉള്ളത്. അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പള്ളി പൊളിക്കരുന്നുണ്ട്. അത് പൊളിച്ചിട്ടില്ല. ആരെയും അറിയിക്കാതെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് 1000 വർഷം പഴക്കമുള്ള ചേപ്പാട് കൽക്കുരിശ് പൊളിച്ചതെന്ന വിമർശനവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ദേശീയപാത വികസനത്തിനെതിരല്ല പള്ളി അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ തന്നെ കുരിശ് പൊളിച്ചു മാറ്റുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദിവാന്യോസ് തിരുമേനിയുടെ കബറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയാണ് പോലീസ് ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത്. ഞാനിത് അറിഞ്ഞ് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു പൊളിക്കൽ നിർത്താൻ പറഞ്ഞു. പോലീസ് സന്നാഹത്തോടെ നടത്തിയ 1000 വർഷം പഴക്കമുള്ള കൽക്കുരിശ് പൊളിച്ചു കളഞ്ഞു. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? പള്ളിക്കാരറിഞ്ഞില്ല, അച്ഛന്മാരറിഞ്ഞില്ല, എപ്പാപ്പന്യൂസ് തിരുമേനി അവിടെ വന്നു, അദ്ദേഹം അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതാ അവരോട് സംസാരിക്കണ്ടേ, ഇടവക്കാരോടും അച്ഛന്മാരോടും സംസാരിക്കണ്ടേ. അവസാനം ഞാൻ ഇടപെട്ട് അത് മാറ്റിവെച്ചു. നാളെ 11 മണിക്ക് ഞാൻ കായംകുളം NTPC-യിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ADM-ന്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. സമാധാനപരമായി തീർക്കും. ആരും NH-നെതിരല്ല. പക്ഷെ ആ കൽക്കുരിശ് അവരോട് പറഞ്ഞാൽ അവർ തന്നെ മാറ്റിയേനെ. 1000 വർഷമുള്ള കൽക്കുരിശ് പൊളിച്ചു കളയാതെ എന്തൊരു മര്യാദകളാണ് നടക്കുന്നത്.